സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധ്യൻ. നഗ്ന നേത്രങ്ങളാൽ ദൃശ്യമാവുന്നത് മുഴുവൻ പരമമായ സത്യമായിക്കൊള്ളണമെന്നില്ല. പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും ആവർത്തനത്തിന്റെ നിഗൂഢതയിൽ സമഞ്ജസമായി സമ്മേളിക്കുമ്പോൾ ഉത്ഭൂതമാകുന്ന ജുഗുപ്സാവഹമായ വെറും തോന്നലാവാം അത്. സുഹൃത്തെ, എത്ര വിശദീകരിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കാത്ത 1000 പരിരംഭണങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ. ലുക്ക് ദക്ഷ, താൻ ഇതുവരെ കവർ ചെയ്ത എല്ലാ ന്യൂസും ആവറേജ് ലെവലാണ്. നമുക്ക് വേണ്ടത് പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ പിടിച്ചിരുത്താൻ കഴിവുള്ള എന്തെങ്കിലും ഒരു ന്യൂസാ. അത് താൻ കൊണ്ടുപോവാ, അപ്പൊ നമുക്ക് നോക്കാം. ആ പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് ഇവിടുത്തെ അമ്പലത്തില് രാവണ സംഹാരം കാണിക്കുന്നുണ്ട്. അത് ചെന്ന് കവർ ചെയ്യാൻ നോക്ക്. ചെല്ലു, പോ. തൽക്കാലം ഇപ്പോ മോൾ അത് ചെയ്യും. എന്തായി, ഇന്നും കണക്കിന് കിട്ടിയെന്ന് തോന്നുന്നു. അങ്ങേർക്ക് ത്രില്ലിംഗ് സ്റ്റോറീസ് ആണ് തൊഴുകിട്ട് കൂട്ടുന്നുണ്ട്. റെഡ് സ്ട്രീറ്റിലെ പെൺകുട്ടികളുടെ കഥയൊന്നും പോരെന്ന്. എന്നിട്ടിപ്പോ എന്ത് ചെയ്യാനാ നിന്നെ പിടിച്ച് നിയോഗിച്ചേ? ഇവിടുത്തെ ഏതോ ഒരു അമ്പലത്തിലെ രാവണ സംഹാരം അത് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞു. അത് കൊള്ളാം. റിപ്പോർട്ടർ ദക്ഷയുടെ ക്യാമറാമാൻ പട്ടം എനിക്ക് കിട്ടിയ സ്ഥിതിക്ക് ഞാനായിരിക്കുമല്ലോ കൂടെ വരേണ്ടത്, അല്ലേ? പിന്നല്ലാണ്ട് നീ തന്നെയാണ് എന്റെ ക്യാമറമാൻ. അതെനിക്കറിയാലോ. എന്നാ രാവണ സംഹാരം പറഞ്ഞത്? 2 ദിവസം കഴിഞ്ഞാന്ന് പറഞ്ഞു. ഹലോ, എന്താടി? അതെന്താവാൻ, അങ്ങേർക്ക് വെറൈറ്റി വേണത്ര. അല്ല, നീ ക്ലാസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണോ? എന്നാ നീ അത് കഴിഞ്ഞിട്ട് വിളിക്ക്. അടി ശരി. ദീക്ഷയാണോടി? അവളെ തന്നെ, അല്ലാതെ വേറെ ആരും. എന്താ മോനെ മുഖത്തൊരു ചിരിയൊക്കെ? അടാ, ഞാൻ സപ്പോർട്ട് ഉണ്ടായിട്ടും അവളൊന്ന് വളച്ചെടുക്കാൻ പോലും നിന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ. ഇനി നീ അങ്ങനെ പറ. ഞാൻ ശ്രമിക്കാഞ്ഞിട്ടാണോ? അവള് സഹകരിക്കാഞ്ഞിട്ടല്ലേ? അവള് പഠിക്കല്ലേടാ, അതാ. പിന്നെ അവൾക്ക് ആട്ട ഇല്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. എവിടൊക്കെയോ ഒന്ന് കുലുങ്ങുന്നുണ്ട്. പക്ഷെ നിന്റെ മുമ്പിൽ കാണിച്ചാ വില പോയില്ലേ? അപ്പൊ ആട്ടമുണ്ട്. പിന്നെ കുഴപ്പമില്ല, ഞാൻ അതീ പിടിച്ചങ്ങ് കേറിക്കോളാം. അടങ്ങ്, അവളുടെ സ്റ്റഡീസ് ഒക്കെ ആദ്യം കഴിയട്ടെ. നിനക്കറിയാലോ ഞാൻ എന്തിനാ ഇതിനൊക്കെ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന്. എനിക്ക് അവളെ അറിയാടാ. അവൾക്ക് ഞാൻ ചെറുപ്പം മുതലേ ഒരു കഴുകന്റെയോ ഒരു പട്ടികയുടെ കണ്ണിപ്പെടാതെ കൊണ്ടു നടന്നോ ഞാൻ അവളെ.
നോക്കിക്കോണടാ പൊന്നുപോലെ. ഓ എൻ്റെ ദക്ഷ, ഇത് നീ എത്ര പ്രാവശ്യം എന്നോട് പറഞ്ഞതാടി, വെറുതെ സെൻറ്റി അടിക്കാൻ വേണ്ടി. നീ അതൊക്കെ വിട്ടെ. നീ ആ രാവണ സംഹാരം ഷൂട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോക്ക്. ക്യാമും വാനും നിർത്തിയിടാനുള്ള സ്പേസ് ഉണ്ടോടി അവിടെ? ഇതൊന്നും എത്ര പറഞ്ഞാലും മതിയാവില്ലടാ. സ്പേസ് ഒക്കെ ഉണ്ടാകുന്ന അവിടെ ചെന്നിട്ട് നോക്കിയിട്ട് വേണ്ടി വരും. അല്ല, ആ അമ്പലത്തിന്റെ ഹിസ്റ്ററി എല്ലാം കിട്ടാണ്ടോ? നോക്കി വരുന്നോ നീ? തപ്പിയാ കിട്ടും. എന്താടി? ആഹാ, ബെസ്റ്റ്. പിന്നെ നീ എന്തോ നോക്കിക്കൊണ്ടിരിക്കാം? തപ്പടാ കൂട്ട്. ഈ രാവണ സംഹാരം എന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ അതിന് മാത്രം ആളുകളൊന്നും ഇല്ലല്ലോ. ഇനി ഇത് രാവണനായോണ്ടാണോ? ഞാൻ അറിഞ്ഞത് വെച്ചിട്ട് രാമനേക്കാൾ ഫാൻസ് കൂടുതൽ രാവണനാ. എന്നിട്ട് ഇവിടെ മനുഷ്യനെ പൊട്ട ഒരു പട്ടിക്കുഞ്ഞിനെ പോലെ കാണുന്നില്ലല്ലോടാ. പരട്ട എന്തൊക്കെയാണെങ്കിൽ രാവണ സംഹാരം കാണിച്ചു കൊടുക്കാൻ. എടാ, ഈ വിഷ്വൽസ് എടുക്കുക. നമുക്ക് കുറച്ച് എഡിറ്റ് ചെയ്തിട്ട് ആൾക്കാർ രണ്ട് കുത്തി കയറ്റി നേരത്തെ കൊടുക്കാൻ നേരെ വായിലേക്ക്. ഡൽഹിയിൽ രാവണ സംഹാരം. ഇന്ത്യയിലെ അങ്ങോളം ഇങ്ങോളമുള്ള ജനങ്ങൾ രാവണ സംഹാരം കാണാൻ ഡൽഹിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ക്യാമറമാൻ ആരോഹിനോടൊപ്പം റിപ്പോർട്ടർ ദക്ഷ. ഓക്കെ അല്ലേ? റിപ്പോർട്ടിങ് കിട്ടിയില്ലേ? നോക്കട്ടെ വിഷ്വൽസ്. ഓ, ആളുകളെ ശോകമാണല്ലോടാ. സാരമില്ല, നമുക്ക് എഡിറ്റ് ചെയ്ത് കുറച്ച് കുത്തി കേട്ടാം. ആ, പറഞ്ഞപ്പോൾ തീർന്ന്. ചെയ്യുന്നവർക്കല്ലേ എൻ്റെ പാടറിയൂ. നീ ആ ക്യാമറ ഒന്ന്. എന്താടി? എടാ, ക്യാമറ ഇങ്ങ് തരാം. പിന്നെ നീ പോയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് വണ്ടി കൊണ്ട് നമ്മളിപ്പോ ഈ നിൽക്കുന്ന സ്ഥലത്തേക്ക് വരണം. ഓക്കെ? എന്താ നോക്കുന്നത്? ഓക്കെ, എന്താടി കാര്യം പറ. ഓ, ചോദ്യം ഉത്തരം ഒന്നും പറഞ്ഞു നിൽക്കാൻ സമയമില്ല. നീ ചെയ്യ, ഞാൻ വന്നിട്ട് പറയാം. എന്താടി, എന്താ ഉണ്ടായേ? നീ വല്ല വള്ളിക്കെട്ടും വലിച്ചോണ്ട് വന്നോ? നീ ഇത് നോക്ക്. ഞാൻ ഷൂട്ട് ചെയ്തു. നോക്ക് നീ. എടി, ഇത് സാധാരണ ഡ്രഗ്സ് ഡീലിംഗ് അല്ല. നീ ഇതുവരെ ഹാൻഡിൽ ചെയ്ത പോലെ ആയിരിക്കില്ല ഇത്. എൻ്റെ മനസ്സ് പറയുന്നത് ഇറ്റ്സ് ടു ഡേഞ്ചറസ്. പോരാത്തിന് ഒരു പെൺകുട്ടിയെ കടത്തലും കൂടി. എടി, ഇത് വിട്ടേക്കടാ. നീ കണ്ടില്ല വിഷ്വൽസ്? ഡ്രഗ് ഡീലിംഗ്സ് അത് പോട്ടേന്ന് വിചാരിക്കാം, നമ്മൾ കണ്ടിട്ടുള്ളതാ. പക്ഷെ അത് 18 വയസ്സ് പോലും ഇല്ലടാ കുട്ടിക്ക്. അതിന് അവരെല്ലാരും കൂടെ രക്ഷിക്കാൻ പറ്റിയിട്ടുള്ളതെന്ന് എന്തോ വന്നാലും കുഴപ്പമില്ല. എന്റെ തലയിൽ കയറി നിറഞ്ഞാൽ എന്റെ ജോലി കളയെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു കുഴപ്പമില്ല. ഈ വിഷ്വൽസ് അത് ഞാൻ ഏറെ എഴുതിയിരിക്കും. നാളത്തെ ഇൻവെസ്റ്റിഗേഷൻ ന്യൂസിൽ ഈ വിഷ്വൽസ് ഉണ്ടായിരിക്കും. അത് ന്യൂസായിട്ട് ഞാൻ കേറ്റുകയും ചെയ്യും. എന്താ സംഭവിക്കുന്നതെന്ന് എനിക്കൊന്ന് കാണണം. ഒരു തീരുമാനം എടുത്താൽ നിന്നെ തിരുത്താൻ ആ കാന്താരി ദീക്ഷയ്ക്ക് മാത്രമേ പറ്റത്തുള്ളൂ എന്ന് എനിക്കറിയാം. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾക്കാണെങ്കിൽ അവളും കൂടി സപ്പോർട്ടല്ലേ.
ഞാനെന്ത് പറയാനാ, എന്തോ ചെയ്യും. നീയൊക്കെ ഇവിടുത്തെ ജേർണലിസ്റ്റാ, പേടിയും വെച്ചോണ്ട് തുറക്കുക. ഇങ്ങനത്തെ കാര്യത്തിനൊന്നും ചെന്ന് ഇടപെട്ടില്ലെങ്കിൽ നീ എന്തൊരു ജേർണലിസ്റ്റ് അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറയുമ്പോ നീ ഇത് നിർത്തി വേറെ വല്ല പണിക്കും പോകുന്നതാണ് നല്ലത്. അയ്യോ, ഞാൻ നിന്നെ പോലെ അല്ല, കുറച്ച് പേടിയുള്ള കൂട്ടത്തിലാ കേട്ടോ. ആയിക്കോട്ടെ. ഹലോ മിസ് ദക്ഷ. യെസ്, ആരാ? ദക്ഷ ശ്രീനിവാസ്, മുംബൈ ന്യൂസ് ചാനലിലെ ബോൾഡസ്റ്റ് റിപ്പോർട്ടർ. അച്ഛനും അമ്മയും ചെറുപ്പത്തിലേ മരിച്ചു. ഉള്ളതൊരു അനിയത്തി, ദീക്ഷ ശ്രീനിവാസ്. എന്റെ ബയോഡാറ്റ എന്നോട് തന്നെ പറയാൻ വേണ്ടി വിളിച്ചാണോ? ദക്ഷ, ഇന്ന് രാവണ സംഹാരത്തിന് നീ എടുത്ത വിഷ്വൽസ്, അത് എൻ്റെ ഡീലിങ്സ് ആണ്. അത് നിനക്ക് ആവശ്യമില്ലാത്തതാണ്. വെറുതെ അതിൽ തലയിടരുത്. പേരോട് പിഴുതെറിയും ഞാൻ. അതുകൊണ്ട് നിങ്ങൾ ആ വിഷ്വൽസ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്ക്. ഭീഷണി, ഇത് ദക്ഷ കൊറേ കേട്ടതാ. പിന്നെ ഈ ഭീഷണിപ്പെടുത്തുമ്പോഴുള്ള വാക്കുകളില്ലേ, അതിലെന്തെങ്കിലും ചെറിയൊരു വ്യത്യാസം വരുത്തുകയാണെങ്കിൽ കേൾക്കുന്ന ഒരു സുഖമുണ്ട്. പിന്നെ താൻ എന്തായാലും ഇപ്പോഴത്തെ പാചകരിച്ച സ്ഥിതിക്ക് നാളത്തെ മുംബൈ ന്യൂസ് ചാനലില് രാവിലെ 10 മണിക്ക് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലിംഗ് ന്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്. അത് മസ്റ്റായിട്ട് കാണണേ. കാണാൻ മാത്രം പോരാ, അത്ത ന്യൂസ് കണ്ടിട്ട് എന്നെ വിളിച്ചിട്ട് അഭിപ്രായം പറയണം. ഇപ്പോ നമ്പർ കൈ കാണുമല്ലോ അല്ലേ? ഫോൺ വെച്ചിട്ട് പോടും പട്ടി. ആരാടി വിളിച്ചേ? ആ, ഏതോ ഒരുത്തൻ ഭീഷണി കൊണ്ട് വിളിച്ചതാ. ആ സബാഷ്, നിനക്കിത് കേട്ട് പേടിയും തോന്നില്ലേടി? എടാ, ഇല്ലായിരുന്നു എന്ന് പറയുന്നില്ല, ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിത് സ്ഥിരാക്കി കഴിഞ്ഞപ്പോ അവന്മാര് കുറെ കുത്തും കൊല്ലും, വാളെടുക്കും, പരിചയം എടുക്കും എന്ന് പറയും. അത് കേട്ട് തഴമ്പിക്കലും തുടങ്ങി. പിന്നെ കുത്തും കൊല്ലൊന്നും പറയാല്ലാണ്ട് ഇതുവരെ ചെയ്തില്ലല്ലോ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ എപ്പ മണ്ണിനടിയിലായിരുന്നു. പറഞ്ഞപ്പോ എത്ര പെട്ടെന്ന് തീർന്നല്ലേ? ഓ, ഇങ്ങനൊരു പേടിത്തൊണ്ടൻ. എടാ, നീയാണല്ലോ എന്റെ പെങ്ങളെ സ്നേഹിക്കുന്നത്. ദൈവമേ. എടാ, ഞാൻ സൈക്കോ ആണെങ്കിലും അതെ, സൈക്കോ ഹൈഡ്രാപ്രോ മാക്സാ. നീ കുറെ പാട് പേടും. അതും ശരിയാ. എന്നാ മോൻ ചെല്ലാൻ നോക്ക്. ഞാനേതായാലും അവളെ ഒന്ന് വിളിക്കട്ടെ. പിന്നെ അവനെ ഒന്ന് വിളിക്കണം. വർക്കിന്റെ പ്രഷർ കാരണം കുറച്ച് ദിവസമായിട്ട് വിളിച്ചിട്ടില്ല. അവനുള്ളത് എനിക്ക് കേൾക്കാം. ശരി എന്നാ. ആ ഓക്കെ, ചെല്ല്. ഹലോ, സോറി, വർക്കിന്റെ പ്രഷർ നല്ലോണം ഉണ്ടായിരുന്നു. പിന്നെ ഒരു ലോഡ് വർക്കും ഉണ്ടായിരുന്നു, അതാ വിളിക്കാൻ ഞാൻ. സോറി. അല്ലെങ്കിലും ഈ ഇടയായിട്ട് നിനക്ക് ഇച്ചിരി വർക്ക് പ്രഷർ കൂടുതലാണ്. അല്ല, ഇനി ഇന്നെന്ത് വള്ളിക്കെട്ട് ഒപ്പിച്ചേ? പിന്നെ ഇന്നൊരു സംഭവം ഉണ്ടായേ. ഞാനും ആരോഗ്യം കൂടെ നമ്മുടെ രാവണ സംഹാരമില്ലേ, അത് ഷൂട്ട് ചെയ്യാൻ പോയതാ. അവിടെ രാവണ സംഹാരം ഷൂട്ട് ചെയ്തോണ്ട് നിൽക്കുമ്പോഴാ പെട്ടെന്നൊരു ഡീലിങ്സ് കണ്ടത്. ഞാനാദ്യം വിചാരിച്ച സാധാ ഡ്രഗ് ഡീലിങ്സ് എന്ന് പറഞ്ഞ് ഷൂട്ട് ചെയ്യാൻ പോയതാ. പക്ഷെ എന്നെ അവിടെ ഒരു 18 വയസ്സൊന്നും കാണില്ല. അത്ര ചെറിയൊരു കുട്ടിയെ വിൽക്കുക. എനിക്ക് ദേഷ്യം വന്നു. എന്നാ പ്രതികരിക്കാനും പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഞാൻ ഏതായാലും ഷൂട്ട് ചെയ്തു. അവനെയും കൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്ത വീഡിയോസും കാണിച്ചു കൊടുത്തു. നാളെ ഞാനത് എയറിലിടും. അങ്ങനെ എന്തായാലും ഏത് കൊമ്പത്താളായാലും ഞാൻ പൊട്ടും. അതിന്റെ ഭാഗമായിട്ട് പിന്നെ ഭീഷണിയും വന്നിരുന്നു. അത് പിന്നെ എനിക്കൊരു പുത്തരി ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെയും വിട്ടു. നീ ഇതെന്ത് ഭാവിച്ച ദക്ഷ? നിനക്ക് പേടി കാണില്ല, പക്ഷെ അതുപോലെയാണോ ഞാൻ. പിന്നെ ഒരുത്തിയുണ്ട്, ദീക്ഷ. അതൊക്കെ ആലോചിച്ചിട്ടാണോ നീ ഓരോന്നും ചെയ്യുന്നേ? ബെസ്റ്റ്. ആരോടാ? അതെന്റെ അനിയത്തിയാ. ഇത് അവൾ അറിഞ്ഞാലേ അവൾ എന്നെ കൺഗ്രാറ്റ് ചെയ്യും, എന്നെ സപ്പോർട്ട് ചെയ്യും, എനിക്ക് ഉറപ്പാണ്. നിങ്ങൾക്ക് ഇങ്ങനെ പേടിച്ചാലോ? ഈ ഭീഷണിയും കോളൊക്കെ ഇതൊക്കെ ഇതിന് മുമ്പ് ഉണ്ടായിട്ടുള്ളതല്ലേ? എന്നിട്ട് എനിക്ക് എന്തെങ്കിലും പറ്റോ? ഇല്ലല്ലോ. അപ്പൊ പിന്നെ ഇതും അങ്ങനെ സ്മൂത്ത് ആയിട്ട് പോകും, ഒന്നും പറ്റില്ല. ശരി, അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എന്ത് കുഴപ്പം? അങ്ങനെയാണേ ഓക്കെ. സെറ്റ് ന്യൂസ് അങ്ങനെ കയറി ക്ലിക്ക് ആയില്ലടാ. ഇതോടെ അയാൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടോ? ഭീഷണി ഒന്നും എന്റെ അടുത്ത് ഏക്കത്തില്ലെന്ന്. പിന്നെ ഉള്ളത് ആ കുട്ടികളുടെ കാര്യ. അതിന് ബാക്കി പോലീസും നാട്ടുകാരൊക്കെ നോക്കട്ടെ. നമ്മളേതായ രീതിയിൽ നമ്മൾ നോക്കാം, ലേടാ.
എടി ഇത് മാത്രം വെച്ച് ന്യൂസ് എയർ ചെയ്തതിന് ഇനി MD വല്ലതും പറഞ്ഞോണ്ട് വരുമോ? ഓ അങ്ങനോട് പോയി ചാകാൻ പറ. ആ AC ഇട്ട ക്യാബിനകത്ത് കയറി കൊണാന്ന് പറയാനല്ലാതെ അങ്ങനെ കൊണ്ട് എന്തിനാ പറ്റുക? വീട്ടിലറിഞ്ഞ് പണി എടുത്തിട്ടുണ്ടോ അങ്ങനെ? എന്നിട്ട് കുറെ വെറൈറ്റിയും പൊക്കി പിടിച്ചോണ്ട് വരും. എന്നോട് ഞാൻ പറഞ്ഞതാ വേണ്ട വേണ്ടാന്ന്. എന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. ദക്ഷാ ശ്രീനിവാസ്. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. താൻ എന്താന്ന് വെച്ചാ അങ്ങ് കാണിക്കടോ. ഭീഷണിയാണോ? അതന്നെ മടുത്തടാ കേട്ട് കേട്ട്. നല്ല വെറൈറ്റി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഓ എനിക്ക് ആ MD പാത കയറി. നീ ഒന്ന് സൂക്ഷിക്കണം എന്തായാലും കേട്ടോ. പിന്നീടുള്ള ദിവസങ്ങളിൽ അവൾക്ക് ഒരുപാട് കോളുകൾ വന്നു. പക്ഷെ അത് ഭീഷണിയുടെ ആയിരുന്നില്ല. അന്നത്തെ ഡീലിങ്സുമായുള്ള ആളുകളെ പിടിക്കാനും മറ്റുമായിരുന്നു. ഒരുപാടൊന്നും ഇല്ലെങ്കിലും കുറച്ച് കുട്ടികളെ അവൾക്ക് രക്ഷിക്കാൻ സാധിച്ചു. പക്ഷെ അവൾ അറിഞ്ഞില്ല ബന്ധനങ്ങളില്ലാത്ത വലിയൊരു ഗ്യാങ് ആണെന്ന്. അവർ വളരെ എളുപ്പത്തിൽ ആ കേസ് ക്ലോസ് ചെയ്തു ഒരാഴ്ചക്ക് ശേഷം. ഓ എന്റെ അമ്മേ, ഇതിന്റെ മുമ്പിലിരുന്ന് എന്റെ ജീവിതം ഈ മൂത്ത് നരച്ച് പോവത്തേ ഉള്ളൂ. നടുവേദന, തലവേദന, കാലുവേദന ഇല്ലാതായിട്ട് ഒന്നുമില്ല. ഇത് കഴിഞ്ഞോ? എങ്ങനെ ഇല്ലാതിരിക്കും? റെസ്റ്റ് ഇല്ലാതെ വർക്ക് ചെയ്തോണ്ടിരിക്കല്ലേ. പിന്നെ നിന്റെ ഇഷ്ടപ്പെട്ട ജോലിയല്ലേ, നീയായിട്ട് വന്ന് തല വെച്ചതല്ലേ, അപ്പോ അനുഭവിച്ചോ. പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മോളെ. നീ ഏതായാലും പോകുന്ന വഴിക്ക് എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യും. എനിക്ക് വയ്യ ഇനി ആ സ്കൂട്ടി ഓടിച്ചോണ്ട് പോവാൻ. ഹാടി അല്ല, അപ്പൊ നിന്റെ വണ്ടിയോ? അത് ഇവിടെ ഇരുന്നോട്ടെ, ആരും എടുത്തോണ്ട് പോകത്തൊന്നുമില്ല. എന്നാ വാ പോവാം. ഇത്ര പെട്ടെന്നോ? എന്റെ ദൈവമേ, 10:30. ഇന്നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അവളെന്നെ കൊല്ലുന്നു. വിളിച്ചിട്ടില്ല. അതീ കമന്ന് കിടന്നാ പോരാ, ഇടയ്ക്കൊക്കെ ടൈമും കൂടി നോക്കണം. പിന്നെ വിളിക്കുമ്പോ എന്റെ കാര്യം കൂടെ ഒന്ന് സൂചിപ്പിക്കണേ. ഒന്ന് പോയാ, അല്ലെങ്കിൽ അവളെന്നെ വെട്ടിക്കേറാനുള്ള ദേഷ്യത്തിൽ ഇരിക്കാവൂ. അതിന്റെ ഇടയ്ക്ക് ഞാൻ നിന്റെ പേരും പറഞ്ഞോണ്ട് അങ്ങോട്ട് ചെല്ലണമല്ലേ. നിനക്ക് പോരെ കത്തുമ്പോ തന്നെ വാഴട്ടണോ അല്ലേ? എന്നെ കൊണ്ട് ഇതൊക്കെയല്ലേ പറ്റുള്ളടി. മതി മതി. എടി ദക്ഷിക്കിനി എത്ര വർഷം കൂടെ ഉണ്ട്? 1 വർഷം കൂടെ ഉണ്ടടാ. അത് കഴിഞ്ഞിട്ടാണ് ലണ്ടനിൽ നിന്ന് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ. അല്ലെങ്കിലും അവൾ അങ്ങോട്ട് വിടണ്ടായിരുന്നു. ഇവിടെയോ അല്ലെങ്കിൽ നാട്ടിലോ നിന്റെ കൂടെ മറ്റോ നിർത്തിയാൽ മതിയായിരുന്നു. അതാകുമ്പോ എനിക്കും കാണാമായിരുന്നല്ലോ. ഇനി അതങ്ങ് പറഞ്ഞ പോരെ മോനെ. എടാ, അവൾക്ക് അവിടെ പഠിക്കാനായിരുന്നു താല്പര്യം. നിനക്കറിയാലോ, അവളുടെ ആഗ്രഹങ്ങൾക്ക് ഞാൻ എതിരെ നിന്നിട്ടില്ല. അതുകൊണ്ടാ ഞാൻ അവളെ. വണ്ടി നിർത്ത്. എന്താടി? എടാ, അവിടെ ആ റോഡ് സൈഡിൽ ആരോ കിടക്കുന്നുണ്ട്. എവിടെ? വീട്ടിൽ കിടക്കുന്ന സ്ഥലം ഇല്ലാത്തോണ്ടായിരിക്കും റോട്ടിൽ കിടക്കുന്നത്. നീ വന്നേ, നമുക്ക് നോക്കാം. എടാ പാടാ. എവളിത് ഡി നിക്ക്, ഞാൻ വരുന്നു. എടാ, ഇത് കണ്ടിട്ട് കുഴഞ്ഞു വീണതുപോലെ ഉണ്ട്. എടി, നിന്റെ മൂത്തത് കണ്ണില്ലേ? മൂക്ക് ബ്ലഡാണ് അവന്റെ ശരീരത്ത് മുഴുവൻ. എന്തോ വലിയതാണിത്. നീ അയാളെ അവിടെ ഇട്ടിട്ട് വന്നേ, വാ പോവാം. എങ്ങനെ തോന്നുന്നടാ നിനക്ക് കഴിഞ്ഞിട്ട് പോരാൻ പറയാൻ? എടാ, നിന്റെ പ്രായം ഉണ്ടാവുള്ളൂ അതിന്. നീ നോക്കണ്ട, ഞാൻ നോക്കിക്കോളാം. പൊക്ക, ഞാൻ ഏതെങ്കിലും വണ്ടി കിട്ടുമെന്ന് നോക്കട്ടെ. എടി അല്ലടി, അതല്ല. എന്താ ഇപ്പൊ ചെയ്യാ? വന്ന് പിടിക്ക്, നമുക്ക് വേറെ കാറിലോട്ട് കയറ്റാം. ഈ നേരത്തെ ഏതായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ ശരിയാവില്ല. അവരുടെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇതിനെന്തെങ്കിലും പറ്റിപ്പോയാ, അതുകൊണ്ട് നമുക്ക് എന്റെ വില്ലയിലോട്ട് കൊണ്ടുപോകാം. ഇവളത് ശരി. പാനിക്കാണ്ട, താൻ കിടന്നു. നിങ്ങളൊക്കെ ആരാ? ഞാനിങ്ങനെ ഇവിടെ എത്തിയേ? ഇയാളെ ഞങ്ങൾക്ക് റോട്ടിൽ കിടന്ന് കിട്ടിയതാ. അല്ല, വീട്ടിൽ കിടന്നുറങ്ങാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണോ അമ്മ റോട്ടിൽ പോയി ഉറങ്ങിയേ? ഞാൻ ഇനിയൊന്നും മിണ്ടുന്നില്ല. അപ്പോ അവരെന്നെ കൊന്നില്ലേ? എടോ, ആര് തന്നെ കൊന്നില്ലെന്നാ? അല്ല, തന്റെ പേരെന്താ? താനിങ്ങനെ എവിടെ എത്തിയേ? എന്റെ പേര് മിലൻ. ഞാൻ എന്റെ ചേച്ചി അന്വേഷിച്ച ഇവിടേക്ക് വന്നേ. ന്യൂസിലൊക്കെ ഞാൻ കണ്ടിരുന്നു. ആ കൂട്ടത്തില് എന്റെ ചേച്ചി ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ ഞാൻ ചെന്നുപെട്ടത് ഏതോ വലിയ ഡ്രഗ് ഡീലിംഗ് ഗ്രൂപ്പിന്റെ മുന്നിലാ. അവരെ ഞാൻ കണ്ടതുകൊണ്ട് അവരെന്നെ കൊല്ലാൻ നോക്കി. മരിച്ചെന്ന് വിചാരിച്ചു കാണും. അതാ നിങ്ങൾക്ക് എന്നെ റോട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവുക. ഓ,
എന്നിട്ട് ചേച്ചി കിട്ടിയോ? ഓ എവൾ ഇത്ര പൊട്ടിയാണോ? എടി അതല്ലേ പറഞ്ഞ അയാൾ ഏതോ ടീമിൻ്റെ മുന്നിൽ ചെന്ന് പെട്ടെന്നും ചേച്ചി കിട്ടിക്കാണില്ല. ഈ അവസ്ഥയിൽ താൻ ഏതായാലും ഇവിടുന്ന് എങ്ങോട്ടും പോകുന്നില്ല. അതല്ല, തന്നെ ഇവിടുന്ന് വിടാനായിട്ട് എനിക്ക് ഉദ്ദേശമില്ല. ഒരു കാര്യം ചെയ്യും, ഇതൊക്കെ മാറുന്നവരെ ഇവിടെ നിന്നു. ദക്ഷ നീ വന്ന ഒരു മിനിറ്റ്. എന്താ നിനക്ക്? നീ എന്തിനാ എന്നെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നേ? എടി പോത്ത, നീ ഇത് എന്തറിഞ്ഞിട്ടാ മുതലിനെ വീട്ടിൽ കയറി താമസിപ്പിക്കുന്നേ? എടാ പൊട്ടാ, നിന്റെ കണ്ണിന് എന്താ വല്ല കുരു ഉണ്ടോ? എടാ നീ അവന്റെ അവസ്ഥ കണ്ടില്ലേ? അത് മര്യാദ നടക്കാൻ പോലും പറ്റുന്നില്ലടാ. വഴിയിൽ എങ്ങാനും ചെന്ന് എന്തേലും പറ്റിയ എന്താ ചെയ്യാ? എന്നും വെച്ച് ഊരും പേരും അറിയാത്ത ഒരുത്തനെ കയറ്റി വീട്ടിൽ താമസിപ്പിക്കാൻ ഞാൻ നിനക്ക് കൂട്ടിക്കണം. ഞാനിതിന് സമ്മതിക്കത്തില്ല. നീ സേഫല്ല ഈ കാര്യത്തിൽ. വേണ്ട. ഓഹോ, അങ്ങനെയാണോ? എന്നാ ശരി, നീ സമ്മതിക്കണ്ട. അങ്ങനെ നോക്കുമ്പോ എന്റെ നേരത്തെ നിനക്ക് കെട്ടിച്ചറിഞ്ഞോന്നുള്ളത് എനിക്കൊന്ന് ആലോചിക്കേണ്ടി വരും. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ. എന്ത് പറഞ്ഞാലും അതങ്ങ് പറഞ്ഞോണം. ആ നിർത്തിക്കോ. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, ഞാനിവിടെ നിൽക്കും. ആയിക്കോട്ടെ മിളെ, എടോ തനിക്ക് ഇവിടെ നിൽക്കാം. അതെ അതെ, കൂടെ ഞാനും കാണും. അത് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാവും. മേഡം എന്നെ റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ കൊണ്ടാക്കിയാൽ മതി. അവിടുന്ന് ഞാൻ എങ്ങോട്ടെങ്കിലും പൊക്കോളാം. എടോ മില, തനിക്ക് നേരം പോലെ നടക്കാനുള്ള ശേഷി പോലും ഇല്ലടോ. ആദ്യം അതൊക്കെ ശരിയാവട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും ഒക്കെ താൻ ആദ്യം റെസ്റ്റ് എടുക്കും. പിന്നെ തന്നെ കണ്ടിട്ട് ഒരു 20-22 ഏരിയ തോന്നിക്കുന്നുള്ളൂ. താൻ എന്നെ മാഡം എന്നൊന്നും വിളിക്കുന്നുള്ളൂ. ഒന്നെങ്കിൽ ഇവൻ വിളിക്കുന്ന പോലെ ദക്ഷ, അല്ലെങ്കിൽ ചേച്ചി. ഓക്കെ, ഞാൻ ആരോഗ് എന്ന് വിളിച്ചാൽ മതി. ഓക്കെ. നീ ഇത് എന്ത് കണ്ടിട്ട് ചേച്ചി? അവൻ ആരാണെന്നോ എന്താണെന്നോ ഒന്നും നിനക്കറിയില്ല. എന്ത് ധൈര്യത്തിലാ വീട്ടിൽ കയറ്റി നീ താമസിപ്പിച്ചേ? എടി അത് പിന്നെ ആ ചോദിക്കാം അങ്ങോട്ടെ. ഇക്കാര്യത്തിലെങ്കിലും നമ്മൾ ഒരേ അഭിപ്രായമാണല്ലോ. ആശ്വാസം. ഓ, ആ മാരൻ അവിടെ ഉണ്ടോ? ഉണ്ട്. ദേ, നീ ഒന്ന് സൂക്ഷിക്കണം. ആരെയും വിശ്വസിക്കരുത്. ദേ, നിന്റെ അപ്പുറത്തിരുന്ന് കൊണകൊണാ പറയുന്നില്ലേ, അവനെ ഒട്ടും വിശ്വസിക്കരുത്. എടി കണ്ടിട്ട് ഒരു പാവം ആരൊക്കെ ചേർന്ന് ഉപദ്രവിച്ചിട്ട് റോഡരികിൽ ഉപേക്ഷിച്ചതാ. കണ്ടാതെ ഈ പൊട്ടന്റെ പ്രായമില്ല. കണ്ടപ്പോ അവിടെ ഇട്ടേച്ച് പോകാൻ എനിക്ക് തോന്നിയില്ല. എന്തായാലും വേണ്ടില്ല, നീ സേഫായിട്ട് ഇരിക്കെ. ഒന്ന് സൂക്ഷിക്കണം, അത്ര എനിക്ക് പറയാനുള്ളൂ. നാളെ ക്ലാസ് ഉണ്ട്, ഞാൻ കിടക്കട്ടെ. ഗുഡ് നൈറ്റ്. ശരിയടി, ഗുഡ് നൈറ്റ്. ദീക്ഷ, ഗുഡ് നൈറ്റ്. സ്വീറ്റ് ഡ്രീംസ്. ഡാഡാ, വെറുതെ ഒരു ഗുഡ് നൈറ്റ് വേസ്റ്റ് ആക്കണ്ട. അവള് ഫോൺ വെച്ച് പോയി. ആരോ ഞാൻ ഇന്നില്ല, നീ പൊക്കോ. എടി അതങ്ങനെ ശരിയാവുന്നേ? ഷൂട്ടുണ്ട്. ഓ പിന്നെ പച്ചലായിട്ടാ തോന്നുന്നു ആ ഉള്ള ചാനലിൽ ഞാൻ മാത്രമേ ഉള്ളൂ റിപ്പോർട്ടർ ആയിട്ടെന്ന്. വേറെ ഏതെവിടെയെങ്കിലും വിളിച്ചോണ്ട് പോടാ. ഇവിടെ വിലനൊച്ചൊക്കെ ഇട്ടോണ്ട് ഞാൻ വന്നാൽ ശരിയാവില്ല. ഒന്നാമത് അവന്റെ കണ്ടീഷൻ അത്ര സ്മൂത്ത് ആയിട്ടില്ല. ഓക്കെ, സോ നീ പൊക്കോ. ലീവ് പറഞ്ഞോ നീ MD-യോട്? അത് ഞാൻ മെയിൽ ചെയ്തോളാം. എന്നാ ശരി, നീ അവനിരുന്ന് ശുശ്രൂഷിക്ക്. ആടാ, പിന്നെ സെക്യൂരിറ്റി ചേട്ടനോട് പറഞ്ഞിട്ട് എന്റെ സ്കൂട്ടി എത്തിച്ചേക്കണേ. ആടി ശരി, അത് ഞാൻ ഏറ്റു. ചെല്ല് ബൈ. ചേച്ചി, താൻ എഴുന്നേറ്റോ? ഇപ്പൊ എങ്ങനെയുണ്ടോ? ഓക്കെ ആണോ? പെയിൻ ഉണ്ടോ? പെയിനുണ്ട്, പക്ഷെ കുഴപ്പമില്ല. ചേച്ചി ഇന്ന് പോയില്ലേ? ഇന്ന് ഞാൻ പോയില്ല. എന്തോ ഞാൻ ഇന്ന് പോയാൽ ശരിയാവില്ലെന്ന് എനിക്ക് തോന്നി. ഞാനിവിടുന്ന് വല്ലതും കട്ടോണ്ട് പോവെന്ന് പേടിച്ചോ? താനിങ്ങനെ എവിടെ ഇരുന്ന്? താനിപ്പോ അടുത്ത് കുറച്ച് പെൺകുട്ടികളെ ഒരു സംഘത്തിന്റെ അടുത്തുനിന്ന് രക്ഷിച്ച ന്യൂസ് കേട്ടിട്ടുണ്ടാവില്ലേ? കേട്ടായിരുന്നോ? അറിയാം. ഓക്കെ, അതില് രക്ഷപ്പെട്ട പെൺകുട്ടികളുടെ ലിസ്റ്റ് ആയത് എനിക്കിപ്പോ എന്റെ ഒരു ഫ്രണ്ട് ഫോർവേഡ് ചെയ്തത്. ഇതില് തന്റെ ചേച്ചിയുടെ പേരുണ്ടോന്ന് നമുക്ക് നോക്കാം. മില, ചേച്ചിയുടെ പേരെന്താ? ലീന. ലീന
മില, ഇതില് ലീന എന്ന് പറഞ്ഞൊരു നെയിം കാണുന്നില്ല. മില, താൻ ഡെസ്പാവാതടോ. ഞാനും ആ പൊട്ടനും പോലീസൊക്കെ അല്ലേ ഇവിടെ, നമുക്ക് അന്വേഷിക്കാന്നേ. പിന്നെ അന്ന് തന്നെ ഉപദ്രവിച്ച ആൾക്കാരെ ഇനി കണ്ടാ തനിക്ക് തിരിച്ചറിയില്ലേ? ആ അറിയാം. അവരെ ഇനി എവിടെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ അപ്പൊ തന്നെ എന്നെ അറിയിക്കണം, ഓക്കെ? അല്ല, എന്റെ നമ്പർ കയ്യിലുണ്ടോ? എന്റെ ഫോൺ. എന്താടോ എന്താ താൻ തപ്പുന്നേ? ഓ, ഫോണില്ലേ, പോയോ? സാരില്ല, നമുക്ക് ആരോഹിനെ വിളിച്ചിട്ട് ഒരു സിമ്മും ഒരു ഫോണും അവൻ വരുമ്പോ വാങ്ങിച്ചോണ്ടാ പറയാം. നീ എവിടെ എത്തി? വർക്ക് കഴിഞ്ഞോ നിന്റെ? ശരി. എടാ, നീ വരുമ്പോഴേ ഒരു പുതിയ സിമ്മും ഒരു പുതിയ ഫോണും വാങ്ങിച്ചോണ്ട് വരണേ. എടി, നിനക്ക് എന്നോട് ഇത്ര സ്നേഹമോ? എൻ്റെ ഒരു സ്ക്രീൻ പൊട്ടി പൈസ എല്ലാം വാങ്ങിച്ചു തരുമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും നീ എനിക്കൊരു ഫോണേ വാങ്ങിത്തരാന്ന്. എന്നെ പോലെ ആരുമില്ല இந்த ഭൂമിയിലെ. അല്ല, ആർക്കാ സിമ്മ്? എന്താ മോനെ പൂതി? നിനക്കല്ലടാ, മിലനാണ് പുതിയ സിമ്മും ഫോണും. ഓ, അവനാണ്. എടി, ഒരു ഫോണിന് 15,000 രൂപയാവും. എൻ്റെ ഫോണിൻ്റെ സ്ക്രീൻ ഗാർഡ് പൊട്ടിയിട്ടേ മാസങ്ങളായി നിന്നോട് അതൊന്ന് മാറ്റാനായിട്ട് ഞാൻ പൈസ ചോദിക്കുന്നത്. എന്നിട്ട് നീ തന്നില്ലല്ലോ. ഇപ്പൊ ഇതിന് നിനക്ക് പൈസ കൊടുക്കാൻ കുഴപ്പമില്ലല്ലേ? നീ സ്ക്രീൻ ഗാർഡ് മാറ്റി പുതിയ ഫോൺ എടുക്ക്, പുതിയ സിം എടുക്ക്, എന്താന്ന് വെച്ചാ കാണിക്ക്, പൈസ ഞാൻ കൊടുത്തോളാം. താങ്ക് യു. ഫോൺ വെച്ചിട്ട് പോടാ പറ്റി. മില, താനെന്താണ് ഒന്നും എടുത്ത് കഴിക്കാത്ത? കഴിക്കാൻ വേണ്ടി അതൊക്കെ അവിടെ കൊണ്ടുവച്ചിരുന്നെ. ആ പാത്രം തന്നെ നമ്മളിവിടെയൊക്കെ തന്നെ ഉണ്ട്. ചിരിക്കടാ ചിരിക്കി. 2 ദിവസം കഴിയുമ്പോ ഈ തടകര തനി സ്വരൂപം നിനക്കും കാണാം. എന്റെ അനിയനെ എന്നെ അറിയാം. അനിയനാ? അതപ്പം അപ്പൊ ഞാനാ? ഹലോ, ദക്ഷയെ കെട്ടാൻ പോകുന്നതേ ഞാനാ. അപ്പൊ ഞാനാ നിന്റെ അനിയൻ. ഇത് ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ടേ കാലങ്ങളായി. ആദ്യം നീ അവളൊരു ഗേൾ ഫ്രണ്ടെങ്കിലാക്കി കാണിക്കടാ, എന്നിട്ടല്ലേ കല്യാണം കഴിക്കല്. ചേച്ചിക്ക് അനിയത്തി ഉണ്ടോ? ഉണ്ടോന്നാ? ഉണ്ട്. ആറ്റം ബോംബിന് കയ്യും കാലും വെച്ച പോലൊരു ഐറ്റം. അങ്ങ് ലണ്ടനിൽ പഠിക്കുക. ആരായി അദ്വിക്? അതോ നിന്റെ എന്റെയും ഭാവി അളിയനാ. വേറെ ആരും ഇല്ലേ ചേച്ചിക്ക്? ഇല്ല, ദീക്ഷയും അദ്വിക്കേട്ടനും മാത്രമേ ഉള്ളൂ. അവളുടെ അച്ഛനും അമ്മയൊക്കെ ചെറുപ്പത്തിലേ മരിച്ചു. ഇവരാണേൽ ഒരാൾ ലണ്ടനിലും മറ്റേ ആൾ കേരളത്തിലും. ഓ, എന്താ രണ്ടും കൂടെ അവിടെ കിടന്നു കുണുകുണുന്ന് ഭക്ഷണം കഴിക്കാൻ കൂടെ രണ്ടും? ആ, ഞങ്ങൾ ഫ്രണ്ട്സ് അങ്ങനെ പലതും പറയും. അല്ലടാ മെല്ലെ? ആന്നേ. അല്ല പിന്നെ ബെസ്റ്റ്. ഇപ്പൊ എങ്ങനെ ഇരിക്കണം? ഞാനിപ്പോ ഔട്ട്. ആയിക്കോട്ടെ. അങ്ങനെ അവർ ചേച്ചിയും അനിയനും സുഹൃത്തുമായി ദിവസങ്ങൾ കടന്നുപോയി. പിന്നീട് അത് ആഴ്ചകളും മാസങ്ങളായി. ഇതിനോടകം അവർ ഏറെ അടുത്തിരുന്നു. മിലൻ അവരുടെ കൂടെ തന്നെയാണ്. അവനെ ദക്ഷ എങ്ങോട്ടും വിട്ടില്ല. ഇതിനിടയിൽ ലീനയെ അന്വേഷിക്കാനും ദക്ഷ മറന്നില്ല. പക്ഷെ എത്ര നോക്കിയിട്ടും അവൾക്ക് കണ്ടെത്താനായില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രി എല്ലാത്തിനും തുടക്കമിടുന്നത് ഈ രാത്രിയിൽ നിന്നാണ്.